നമസ്കാരം. ഭൂമിയിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ ഭൂഖണ്ഡം ഏതാണെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: അന്റാർട്ടിക്ക. മനുഷ്യവാസമില്ലാത്ത -ഡിഗ്രി തണുപ്പിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന ഈ വെളുത്ത ഭൂഖണ്ഡം അതിൻ്റെ മഞ്ഞുപാളികൾക്കുള്ളിൽ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രലോകം പണ്ടേ വിശ്വസിച്ചിരുന്നു. എന്നാൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ആ വിശ്വാസത്തെ ശരിവെക്കുക മാത്രമല്ല, ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അന്റാർട്ടിക്കയിലെ വെഡൽ കടലിന് സമീപം കണ്ടെത്തിയ ഭീമമായ ഒരു വിള്ളലും അതിനുള്ളിലെ അത്ഭുതകരമായ കണ്ടെത്തലുകളും മനുഷ്യ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ചേക്കാം. 2026 ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ നാസയുടെ അത്യാധുനിക ഉപഗ്രഹങ്ങൾ അന്റാർട്ടിക്കയുടെ ഉപരിതലത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ നിരീക്ഷിച്ചു. കിലോമീറ്ററുകളോളം നീളുന്ന ഒരു ഭീമൻ വിള്ളൽ മഞ്ഞുപാളികൾക്കിടയിൽ പെട്ടെന്ന് രൂപപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു. ആഗോള താപനം മൂലം മഞ്ഞുപാളികൾ ഉരുകുന്നത് സാധാരണമാണെങ്കിലും ഈ വിള്ളലിന്റെ ആഴവും അതിനുള്ളിലെ താപനിലയും ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചു. ഏകദേശം 3 കിലോമീറ്റർ ആഴത്തിലുള്ള ഈ വിള്ളൽ അവസാനിക്കുന്നത് ഒരു വലിയ താഴ്വരയിലേക്കാണെന്നാണ് പിന്നീട് നടന്ന ഡ്രോൺ സർവേകളിൽ നിന്ന് വ്യക്തമായത്. ഈ വിള്ളലിലേക്ക് വിട്ട റിമോട്ട് കൺട്രോൾ ക്യാമറകൾ പകർത്തിയ ദൃശ്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമുള്ളതായിരുന്നു. സൂര്യപ്രകാശം ഒട്ടും എത്താത്ത -ഡിഗ്രി തണുപ്പുള്ള ആ താഴ്വരയിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തി. ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ജീവിവർഗങ്ങളുടെ DNA ഘടന നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ജീവിയുമായും പൊരുത്തപ്പെടുന്നില്ല എന്ന് വ്യക്തമായി. ഓക്സിജൻ കുറഞ്ഞ മാരകമായ തണുപ്പിൽ അതിജീവിക്കുന്ന സുതാര്യമായ ശരീരമുള്ള ചെമ്മീനുകളും പ്രകാശം പുറപ്പെടുവിക്കുന്ന വിചിത്ര ജീവികളും അവിടുത്തെ താഴ്വരയിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നു. മണ്ണിനടിയിൽ ഇത്രയും താഴ്ന്ന നിലയിൽ എങ്ങനെ ജീവൻ നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് അവിടെ കണ്ടെത്തിയ താപസ്രോതസ്സുകളാണ്. ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ചൂട് പുറത്തുവിടുന്ന വിള്ളലുകൾ ആ താഴ്വരയിലെ താപനില ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കുന്നു. ഈ കണ്ടെത്തലിൻ്റെ ഏറ്റവും വലിയ വിവാദ വിഷയം അവിടെ കണ്ടെത്തിയ ശിലാവശിഷ്ടങ്ങളാണ്. പ്രകൃതിദത്തമായി ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ജ്യാമിതീയ കൃത്യതയുള്ള ചില രൂപങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വലിയ സ്തൂപങ്ങളെ പോലുള്ള ഈ ശിലകൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക ഹരിതാഭമായിരുന്ന കാലത്ത് അവിടെ വസിച്ചിരുന്ന ഒരു വികസിത സംസ്കാരത്തിന്റെ ബാക്കിയായിട്ടാണ് ഒരു വിഭാഗം ഗവേഷകർ വാദിക്കുന്നത്. എന്നാൽ ഈ മഞ്ഞുപാളികളുടെ സമ്മർദ്ദം മൂലം പാറകളിലുണ്ടായ മാറ്റങ്ങളാണെന്ന് മറുഭാഗം പറയുന്നു. എങ്കിലും ഈ കണ്ടെത്തൽ അറ്റ്ലാന്റിസ് പോലുള്ള മറഞ്ഞുപോയ നഗരങ്ങളെക്കുറിച്ചുള്ള കഥകൾക്ക് വീണ്ടും ജീവൻ നൽകിയിരിക്കുകയാണ്. ഈ വിള്ളൽ വെറും ഒരു നിഗൂഢത മാത്രമല്ല, ഭൂമിയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ വേഗത്തിൽ ഉരുകുന്നതിന്റെ സൂചനയാണിത്. ഈ പ്രക്രിയ തുടർന്നാൽ സമുദ്രനിരപ്പ് ഉയരുകയും തീരദേശ നഗരങ്ങൾ ഭീഷണിയിലാവുകയും ചെയ്യും. ഈ വിള്ളൽ രൂപപ്പെടുന്നതിലൂടെ പുറത്തുവരുന്ന മിഥേൻ വാതകത്തിന്റെ അളവ് ശാസ്ത്രജ്ഞരെ ആശങ്കയിലാക്കുന്നുമുണ്ട്. ഇത് ആഗോളതാപനത്തിന്റെ ആക്കം കൂട്ടാൻ കാരണമായേക്കാം. നിലവിൽ ലോകത്തെ പ്രമുഖ പർവ്വതാരോഹകരും ശാസ്ത്രജ്ഞരും അടങ്ങുന്ന ഒരു സംഘം ഈ വിള്ളലിലേക്ക് നേരിട്ടിറങ്ങാനുള്ള തയ്യാറെടുപ്പിലുമാണ്. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലാണ് ഇതെന്നാണ് നാസയിലെ പ്രമുഖ ഗവേഷകർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഭൂമിക്ക് പുറത്ത് അന്യഗ്രഹങ്ങളിൽ ജീവൻ തേടിപ്പോകുന്ന നമ്മൾ സ്വന്തം ഭൂമിയിലെ രഹസ്യങ്ങൾ പോലും പൂർണ്ണമാക്കി മനസ്സിലായിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് അന്റാർട്ടിക്ക നൽകുന്നത്. അന്റാർട്ടിക്കയിലെ ഈ പാതാള ലോകം നമുക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഭൂമിയിൽ നമുക്ക് മുൻപ് അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള മറ്റൊരു വർഗം ജീവിച്ചിരുന്നു. പ്രകൃതി ഈ രഹസ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തിനായിരിക്കും? ഇങ്ങനെ തുടങ്ങുന്ന ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ മനുഷ്യ ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായത്തിന് തുടക്കമാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.